അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്തുക്കണില്ലേ? അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എടുക്കാനും ഒക്കെ ആരോഗ്യവും ആയുസ്സും ഒക്കെ പഠിച്ച തമ്പുരാൻ തരട്ടെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടണ്ടേ എന്ന് ഇങ്ങനെ സംശയിച്ച് അങ്ങനെ നിന്നതേനി. പിന്നെ ഇങ്ങനെ തോന്നി ചെറിയ വീഡിയോസൊക്കെ ആയിട്ടൊന്ന് ഇടാം. പിന്നെ നമ്മൾ ഒരു മാസം വരെ വീഡിയോസ് ഇടാതെ നിന്നാൽ നമ്മളെ ചാനൽ പറ്റ അടിയൊക്കെ പോകും, നമ്മളെ വാച്ചവറൊക്കെ കുറഞ്ഞിക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ ചാനലിനെ വളർത്തിക്കൊണ്ട് വന്നതല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ട്. അപ്പോൾ അത് ഒരൊറ്റടിക്ക് നമ്മൾ കണ്ട് നിർത്തുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചും നോമ്പിൻ്റെയിലേറെ വലുതാണ് എനിക്ക് വീഡിയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നല്ല, നമ്മൾ നോമ്പായാലും നമ്മൾ എടുക്കണ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും കേട്ടോ. ഖുർആനോത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും സലാത്താണെങ്കിലും അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ അതും പോകും. പിന്നെ വീഡിയോ നമുക്ക് ഇതാക്കാൻ കുറച്ച് സമയം മതിയല്ലോ. അപ്പോൾ ആരും ഇനി അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3-4 കൊല്ലം ഈ വീഡിയോസും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് ഒറ്റയടിക്കാണ്ട് ഇട്ട് വെക്കുമ്പോൾ ആ വാച്ചവറൊക്കെ കുറയില്ലേ, നമ്മളെ ഡോളറൊക്കെ കുറഞ്ഞങ്ങനെ വരും. കിട്ടിയത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആരും ഒന്നും വിചാരിച്ചിരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിനി നോൻപായാലും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ടായിനി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ചെറുമട്ടത്തിലൊക്കെ നമുക്കൊരു വീഡിയോസൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം, നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ മല്ലിമുളകൊക്കെ പൊടിപ്പിച്ച് കൊടുന്നതല്ലേ ഇനി കണ്ടിന്യത്, കുപ്പിയിലാക്കിയിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ ഒക്കെ കുപ്പിയിലാക്കിക്കണം കേട്ടോ. മല്ലി കുറച്ച് ബാക്കിയുണ്ടായിനി. അപ്പോൾ ആ മല്ലി വേറെ പാത്രത്തൊക്കെ ആക്കിക്കാണ്ട് പുതിയ മല്ലി നമ്മളാക്കിക്കണം കേട്ടോ. അപ്പോൾ ഈ മല്ലിക്ക് നല്ലൊരു മണം ഉണ്ടായിന് കേട്ടോ. കരിയേപ്പും ഉലുവയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മണം ഉണ്ടായിന്. അപ്പോൾ ഉലുവ ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ചാനലിൻ്റെ പേര് പറഞ്ഞിന് കേട്ടോ, കണ്ണൂർ കിച്ചൻ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കണ്ണൂർ കിച്ചൻ അല്ല കേട്ടോ, മാറിപ്പോയതാണ്. കണ്ണൂർ ഫുഡീസോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ, മറന്നു പിന്നെ. അപ്പോൾ മൂപ്പത്തിയേര് നമ്മളെ വീഡിയോ ഒന്നും കാണും കേട്ടോ. അപ്പോൾ അതിൽ കണ്ടതാണ് ഞാൻ. ഓളെ അമ്മായിമ്മ ഓക്ക് മല്ലി വറുത്തെടുക്കൽ ഓളെ അമ്മായിമ്മയാണ്. അപ്പോൾ ഞാൻ ഉലുവ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉലുവ ഇടുക ചോദിച്ചപ്പോൾ ഉലുവ ഇടുന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ മക്കളെ, നല്ലൊരു വാസന ഉണ്ടായിന് കേട്ടോ നമ്മളെ മല്ലിക്ക്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ മുളകും മല്ലിയും മഞ്ഞളില്ല കേട്ടോ, മല്ലിയും ഒക്കെ കുപ്പിയിലാക്കി. പിന്നെ നമ്മൾ കുപ്പിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ ചെറിയ കുപ്പിയൊക്കെ ആക്കി കൊടുക്കുകയാണ്. ഈ കുപ്പിച്ച് താത്ത തന്നാണ് കേട്ടോ, നമ്മളെ മൂത്തച്ചി താത്ത തന്നതാണ്. താത്താക്ക് പുതിയ കുപ്പി വാങ്ങിയപ്പം താത്താൻ്റെ കുപ്പി നമുക്ക് തന്നാണ് കേട്ടോ. അപ്പോൾ ഉസാറ് കുപ്പിയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാതും ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം കഴിഞ്ഞ നോൻപിനാണ് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ പാത്രം എടുത്തിനിയത്. ഇക്കൊല്ലം നമുക്ക് പുതിയ പാത്രം കിട്ടി. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ നമുക്ക് പുതിയ പാത്രം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതാക്കണേ ഞാൻ എല്ലാതും കുപ്പിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പാത്രം മാത്രം മോറിയിട്ടില്ല ഇനി. അപ്പോൾ അത് ഇനി പഞ്ചസാര പാത്രം കൂടി ഒന്ന് മോറി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ നമ്മളത് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ കുപ്പിയൊക്കെ മോറി വെച്ചത് ആക്കിയിട്ടില്ല ഇനി. അപ്പോൾ ഈ മല്ലി മുളകും പൊടിപ്പിച്ച് കൊണ്ടിട്ടെ എന്നിട്ട് ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇതാക്കണേ ലാസ്റ്റായിട്ട് നമ്മളെ മുളകും മഞ്ഞൾ മല്ലി ഉപ്പ് പെരിഞ്ചീരകം പഞ്ചസാര ഒക്കെ അങ്ങോട്ട് കുപ്പിയിലാക്കി കേട്ടോ. അപ്പോൾ മല്ലി ഇതാക്കണേ അതും ആക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പൂണുകളൊക്കെ ഞാനൊന്ന് കേൾക്കാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെയാണ് കേട്ടോ വരിക ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാക്കണേ പിന്നെ ഉലുവയൊക്കെ എത്ര തോന എങ്ങനെയാ വെച്ചാൽ നമ്മൾ മാവേലിയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ കുറേ കാലത്തിനുണ്ടാവും കേട്ടോ. നമ്മൾ ചെറിയ പാക്കറ്റ് കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് കജ്ജണ കാണും കേട്ടോ. ഇങ്ങനെയാകുമ്പം നമ്മൾ കുറേ കാലം, ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ കാലമായിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ കൊണ്ടുവരുമ്പോൾ അങ്ങനെ കുറേ കാലത്തിനുണ്ടാവും, വീണ്ടും ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കജ്ജിട്ട്. അതേമാതിരി തന്നെയാണ് കടുകും. അപ്പോൾ കടുകൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിടുന്നുണ്ട് കേട്ടോ. കടുക് ഉപ്പ് അതൊന്നും കളയാൻ പാടില്ലല്ലോ. കടുക് കളഞ്ഞാൽ കടം പെരുകും, ഉപ്പ് കളഞ്ഞാൽ തിരക്കും പക്കണം കൂടും പോലും പെരീര്. അങ്ങനെയൊക്കെ ഓരോ മസാലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും പേടിച്ചിട്ട് ഈ കടുകും ഈ ഉപ്പും ഞാൻ ശ്രദ്ധിച്ചാണ് കേട്ടോ ഇടുക. കാരണം കടത്തുമ്പോൾ കടം വേണ്ട എന്നും തിരക്കും പക്കണം കൂടെ അപ്പോൾ ആർക്കും വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും വേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ
ശ്രദ്ധിച്ചിടുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഇപ്പോൾ മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കുപ്പി നിറച്ചുണ്ട്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കുപ്പി പകുതി ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കുപ്പി കാണാൻ. പിന്നെ നമ്മൾ പെരുംജീരകമൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളൂ, ഇനി പൊടിച്ചിട്ടില്ല ഇനി. അപ്പോൾ അതും കൂടി ഇന്ന് ഞാൻ പൊടിച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ മില്ല് കൊണ്ടുപോയി കണ്ടൊന്നും പൊടിപ്പിച്ചാനൊന്നുമില്ല, മാത്രമൊന്നും പെരുംജീരകമല്ല, ഒരു പാക്കറ്റല്ല. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള മസാല അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ബിരിയാണി മസാലൻ്റെ പാക്കറ്റ് വാങ്ങി, ബാക്കി പിന്നെ ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഒക്കെ പാടെ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തുന്നുണ്ട്. ഇനി ബിരിയാണി വെക്കുമ്പോൾ ഇനി നമുക്ക് മരുന്ന് പൊടിച്ചാൽ നിൽക്കണ്ടല്ലോ. അപ്പോൾ നോമ്പാകുമ്പോൾ തന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ പത്തിട്ടുള്ളൂ. പിന്നെ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി ഒക്കെ തന്നെ കാരണം. പിന്നെ കുപ്പികളിലൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ, സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് റേക്കമലൊക്കെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ തലക്കണീൻ്റെ കവറുകളൊക്കെ തിരുമ്പി വെച്ചിക്കനി ഒന്നും ഇട്ടിട്ടില്ലേനി. അപ്പോൾ അങ്ങനെ ഇതാക്കണം, തലക്കണിയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് തലക്കണീൻ്റെ കുപ്പായൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓലിക്ക് തന്നെ ഓല കുപ്പായൊക്കെ ഇട്ട് കൊടുത്തു, റെഡിയാക്കി വെച്ചു. പിന്നെ കർട്ടനുകളൊക്കെ തിരുമ്പി വെച്ചിനി, പിന്നെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു, സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണമല്ല, നല്ലൊരു തേനെല്ലിക്ക കേട്ടോ. തേനെല്ലിക്ക എന്ന് പറയുന്ന കേക്ക് എന്നല്ലാതെ നമ്മളിതുവരെ തിന്ന് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിന്ന് നോക്കാനും വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കി. അപ്പോൾ അയലോകത്തെ പെരയിൽ നിന്ന് കുറച്ച് നെല്ലിക്ക ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, നെല്ലിക്കൊക്കെ ഒന്ന് ഫ്രോക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് കുത്തി കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ആവിക്ക് കയറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പൊട്ടത്തരം പറ്റി. അപ്പോൾ ആവിക്ക് കയറ്റിയിട്ട് നമ്മളെ നെല്ലിക്കൊക്കെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒരു പൊട്ടത്തരം പറ്റിയാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് നമ്മളെ നെല്ലിക്കൊക്കെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം, വേഗം കാച്ചും. അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പേക്കാരം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിക്കണ്. നമ്മളെ നെല്ലിക്കൊക്കെ ആവി കൊണ്ട് വേഗാനയിക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് കാണ്ട് തിളപ്പിച്ച് ഊറ്റണേക്കാടും നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആവിക്ക് കയറ്റിക്കാണ്ട് പുഴുങ്ങിയെടുക്കുന്നത്. എന്നാലും എന്താണെന്നറിയാം, ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല നെല്ലിക്കൻ്റെ. അതേമാതിരി നമ്മളെ നീന്തറായൊക്കെ പുഴുങ്ങുമല്ലോ, അപ്പോഴും വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ ഇങ്ങനെ ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുത്താൽ നമ്മളെ നീന്തറായൊക്ക അതേ പറഞ്ഞ മാതിരി നമ്മളെ നെല്ലിക്ക ഇതൊന്നും ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ നെല്ലിക്ക നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് പോലും. അതൊന്നും ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചപ്പോൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ ഞാൻ നെല്ലിക്കൊക്കെ പുഴുങ്ങി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ ഒരു പാത്രം വെച്ചിക്കണം കേട്ടോ അടിയിൽ. പിന്നെ ശർക്കരയൊക്കെ നമ്മൾ ഒരുക്കാൻ വെച്ച് ഉരുകി വന്നിക്കണേ. പിന്നെ ഇതാക്കണ കുറച്ച് പഞ്ചസാര എടുത്തുക്കണം കേട്ടോ. ശർക്കരയും വേണം പഞ്ചസാരയും വേണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ എന്താട്ടി ആ പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് കുറുകി ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇഞ്ഞിട്ട് നമ്മളെ ഒരുക്കി വെച്ച നമ്മൾ ശർക്കര ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പാർന്ന് കൊടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയത് എന്തിനാണ് പാരുന്നതെന്ന് ഉരുക്കിയതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കല്ല്, കരിക്കാട്ട അങ്ങനത്തെ അങ്ങനെ കാണാം കേട്ടോ. ചിലപ്പോൾ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കടിച്ചാനേ ഒഴിവുണ്ടാവുള്ളൂ. ഇങ്ങനെ അരിച്ചാതെ പാർന്നിക്കണമെന്ന് വെച്ചെങ്കിൽ അതെപ്പോഴും കടിച്ചാൻ കിട്ടും, അല്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നല്ല ശർക്കര കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും ഇല്ലായിന് കേട്ടോ, നല്ല ശർക്കര തോന്നുന്നുണ്ട്. പിന്നെ 2-3 ഏലക്കായ്, 2-3 കറാമ്പൂവ്, ഒരു ചെറിയൊരു പൊട്ട് പട്ട 2 കഷ്ണാക്കിയിട്ടാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളെ ആവിയിൽ കയറ്റിയ നമ്മളെ നെല്ലിക്കണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നമ്മളെ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു തുള്ളി ഉപ്പിട്ട് കൊടുത്തിക്കണം കേട്ടോ. അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യിക്കണം. അപ്പോൾ എല്ലാവരും ഇടുമോ ഇല്ലേന്നൊന്നും വെച്ചറിയില്ല കേട്ടോ. ഞാനൊരു തുള്ളി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ നമ്മളെ നെല്ലിക്കൊക്കെ ഇതാക്കണേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ ശർക്കരയൊക്കെ ഒന്ന് കുറുകി വരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുറുകട്ടെ. അപ്പോൾ ഇത് പറ്റങ്ങോട്ട് കുറുകി വരുന്നതോട് കൂടി നമുക്ക് കുറച്ച് നാരങ്ങ നീരുണ്ടല്ലോ അത് ഒന്ന് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചത്തെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാർന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളൊരു പാർന്ന് കൊടുത്തോളേണ്ടി. അപ്പോൾ ഇതാക്കണേ നമ്മളെ ശർക്കരയൊക്കെ ഇതാക്കണേ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല ചൊറുക്കില്ലേ കാണാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കി അപ്പം തന്നെ തിന്നാൻ രസമല്ല കേട്ടോ. ഒരു 2-3-4 ദിവസം കഴിഞ്ഞിട്ട് തിന്നുമ്പോഴാണ് കേട്ടോ ഇത് രസമുള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കി കണ്ടപ്പോൾ നമ്മളെ മിന്നൂട്ടി പാത്രം കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരിക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് കൊടുത്ത് അപ്പോൾ തിന്നോക്കി കണ്ടോളൂ പറഞ്ഞു, ഉമ്മച്ചി ഇതിനെന്താ ഒരു ചമർപ്പ്. അപ്പോൾ നെല്ലിക്കല്ലേ ഒരു ചമർപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് കേട്ടോ പാരുന്നത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടണ കുപ്പിയിൽ പാർന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാർന്ന് വെച്ചത്. പൊട്ടണ കുപ്പിയിലാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ നമ്മളെ നെല്ലിക്കൊക്കെ നല്ല ഇരുമ്പ് സത്തൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ പാരാൻ പാടില്ല, പൊട്ടണ കുപ്പിയിൽ പാർന്ന് വെക്കണം. അപ്പോൾ ഞാനും തന്നെ 2 നെല്ലിക്ക ഞാനതിൽ ബാക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാനൊന്ന് തിന്നോക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ
നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല, ആദ്യമായിട്ട് തിന്നുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് ഒന്നും കണ്ട് ഇതാകല സോഫ്റ്റ് ആണഞ്ഞക വെള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ട്. അപ്പോൾ ഉണ്ടാക്കി അപ്പം തന്നെ ആയിട്ടാണ് കേട്ടോ അതിങ്ങനെ. അപ്പോൾ ഞാൻ തണുത്തിന് ശേഷമാണ് കേട്ടോ കുപ്പി കേൾക്കണം. അപ്പോൾ അച്ചയിലേക്ക് തിന്നു. അപ്പോൾ നമ്മൾ മിന്നൂട്ടി പറഞ്ഞ മാതിരി തന്നെ ഒരു ചമർപ്പുണ്ടായിനി. പിന്നെ ഇങ്ങനെ പഞ്ചസാരൻ്റെ നമ്മൾ ശർക്കരൻ്റെ ഈ തേനിലൊക്കെ മുക്കി ഇങ്ങനെ തിന്നുമ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ തിന്നാൻ. അപ്പം നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ തേൻ നെല്ലിക്ക കേട്ടോ. ദിവസം ഓരോന്ന് തിന്നാൽ മതി. അപ്പോൾ ഏതായാലും നമ്മൾ ഗൂഗിളിലും നെറ്റിലും ഒക്കെ യൂട്യൂബിലൊക്കെ അടിച്ചാൽ തന്നെ കിട്ടും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ